ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുള്ള സീരീസിൻ്റെ 25ാമത്തെ എപ്പിസോഡുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രേഡ്സ്മാൻ എക്സാം 2018 നടന്നിട്ടുള്ള 98/2018 എന്നുള്ള ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ഏകദേശം 60-70 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്താലോ? യെസ്. തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് സഹായകമാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, നിങ്ങളിപ്പോൾ നിലവിൽ പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു സീരീസാണ്. ദെൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ പഠിത്തം ഏതുവരെയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സഹായകമാവുന്ന ഒരു പാർട്ട് കൂടിയാണ്. എന്ത് ചെയ്യുക? ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ 1 മുതൽ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഞാനൊരു പ്ലേ ലിസ്റ്റായിട്ട് തന്നെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അതിനുശേഷം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. നിരവധി ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക? വീഡിയോസിലൊന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ 25-നായിരിക്കും. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള അതേ സിലബസ് തന്നെയാണ്. ഏകദേശം 2 മാസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ സീരീസ് അതേ സിലബസ് പ്രകാരമാണ്. ഞാൻ എന്ത് ചെയ്യാം? ആ സിലബസിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഏപ്രിൽ 25-ന് നടക്കുന്ന ഈ ഒരു പരീക്ഷ ഒരു കോമൺ എക്സാമാണ്. 12ഓളം പരീക്ഷകൾക്ക് 9 കാറ്റഗറി നമ്പറിലായിട്ട് 12ഓളം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ എക്സാമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. യെസ്. നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി സാധിക്കട്ടെ, നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3-phase ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടഡ് ബൈ DOL സ്റ്റാർട്ടർ, ദി ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 3 പോയിന്റ് സ്റ്റാർട്ടർ ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? DOL സ്റ്റാർട്ടർ, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ, ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിമി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. മെഷീൻസ് അല്ലേ, ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ച് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. DOL സ്റ്റാർട്ടർ നമ്മൾ സാധാരണയായിട്ട് റേറ്റിംഗ് കുറവായിട്ടുള്ള മെഷീൻസിലാണ് യൂസ് ചെയ്യുക അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, നമ്മൾ ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ 5 കിലോവാട്ടിൽ താഴെയാണെങ്കിൽ നമ്മൾ DOL സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നു പറയാറുണ്ട്. അതേപോലെ 5 HP താഴെ ആണെങ്കിൽ നമ്മൾ DOL സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നു പറയാറുണ്ട്. രണ്ടും മാറി കണ്ടിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും മാറി കണ്ടിട്ടുണ്ട്. പക്ഷേ രണ്ടും ഒരുമിച്ച് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അത് 3 HP എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. 3 HP താഴെയാണ് നമ്മൾ DOL സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഈ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? DOL സ്റ്റാർട്ടറിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എന്താണ് നമ്മുടെ DOL സ്റ്റാർട്ടർ ചെയ്തിട്ടുള്ളതെന്നാണ്. DOL സ്റ്റാർട്ടറിൻ്റെ കേസിൽ എന്താ? ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ്. ഇതിൻ്റെ കേസിൽ സ്റ്റാർട്ടിങ് കറണ്ടൊക്കെ കൂടുതലായിരിക്കും. 6 to 7 times ഒക്കെ സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെന്താ പ്രത്യേകത? എന്താ? ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ലൈനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത? എന്താ? യെസ്, ഇവിടെ ഒരു ഓവർലോഡ് റിലേ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3-phase മെഷീൻസ്, ഇൻഡക്ഷൻ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന DOL സ്റ്റാർട്ടർ ഓവർലോഡ് റിലേ ഒക്കെ ഉണ്ട്. ദെൻ അതിനൊരിക്കലും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ DOL സ്റ്റാർട്ടർ തരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കപ്പ് ഫ്യൂസ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യണം. കാരണം DOL സ്റ്റാർട്ടറിൽ നമുക്ക് തെർമൽ എലമെന്റ് ഉണ്ട്, ഒരു തെർമൽ ഓവർലോഡ് റിലേ ഉണ്ട്. അത് ഓവർലോഡ് കണ്ടീഷന് മാത്രമേ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കറണ്ട് ആയിരിക്കും അല്ലേ, ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും. ദാറ്റ് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ DOL സ്റ്റാർട്ടർ. അതിനെന്ത് ചെയ്യണം? അതിന് ബാക്കപ്പ് ഫ്യൂസ് തന്നെ വേണമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ബാക്ക് ഓഫ് ഫ്യൂസ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു ഫ്യൂസിനെ കുറിച്ച് ഞാൻ ഇതിൽ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് തെറ്റായിട്ട് കൊടുത്താന്ന് തോന്നുന്നു. അവർ ഉദ്ദേശിച്ചത് ബാക്കപ്പ് ഫ്യൂസാണ് കേട്ടോ. മിക്കവാറും ഈ ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ
ഒന്നുകിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നുകിൽ അവർ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു സെൻറ്റൻസ് ഉണ്ടാവും, ആ സെൻറ്റൻസിലെ ആൻസർ മാത്രം കട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. സോ ആ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് അത് എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുക കേട്ടോ. അതേ നമുക്ക് വഴിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ദെൻ നോ വോൾട്ട് കോയിലും നമ്മളിവിടെ കണ്ട 3 പോയിന്റ് സ്റ്റാർട്ടറിലുണ്ടായിരുന്നു അല്ലേ, നോ വോൾട്ട് കോയിൽ. യെസ്, പ്ലഞ്ചർ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, നോക്കുക. അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അത് കൃത്യമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതൊന്ന് നിങ്ങളത് റെഫർ ചെയ്യുക. ദെൻ DOL സ്റ്റാർട്ടർ ഞാൻ പറഞ്ഞ പോലെ 5 kW അല്ലെങ്കിൽ 5 HP വരെ മാത്രമേ സാധാരണ നമ്മൾ യൂസ് ചെയ്യുമെന്നാണ് നമ്മൾ മിക്കവാറും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അത് 3 HP എന്നുണ്ട് കേട്ടോ. 3 HP എന്ന് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, നിമി ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് പോയാലോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ബാക്കപ്പ് ഫ്യൂസ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് പോകാം. അതിൻ്റെ ഒരു നെസസിറ്റി ഓഫ് ബാക്കപ്പ് ഫ്യൂസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ കാര്യം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് റെഫർ ചെയ്യുക. The cables are drawn through the pipe and terminated. This system of wiring is called. അതായത് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ആ കേബിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ത്രൂ ദി പൈപ്പ് അല്ലേ, പൈപ്പിൽ കൂടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കേബിളിങ്, ആ ടൈപ്പ് ഓഫ് വയറിങ്ങിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്, കോൺഡ്യൂട്ട് വയറിങ്, ടീക്ക് വുഡ് ബാറ്റൺ വയറിങ്, അതായത് തേക്ക് വുഡ് കേട്ടോ, ടീക്ക് വുഡ് കേസിംഗ് ക്യാപ്പിംഗ് വയറിങ്. അപ്പോൾ എന്തായാലും ബാറ്റൺ വയറിങ്ങും അല്ല, കേസിംഗ് ആൻഡ് ക്യാപ്പിങ്ങും അല്ല. ദെൻ PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്. PVC കേസിംഗ് ആൻഡ് ക്യാപ്പിങ്ങിൻ്റെ കേസ് എന്താ, അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു കേസിങ്ങിൽ കൂടി എന്താണ് നമ്മുടെ വയർ വലിക്കും. ദെൻ അതിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ ക്യാപ്പിംഗ് ഇടും. ഓക്കെ, അതിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ ക്യാപ്പ് ഇടും. അപ്പോൾ എന്താ, ഇത് ക്ലോസ് ആയി. ഇവിടെ ചോദിച്ചത് ഒരു പൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ, കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വയറിംഗ് ഇല്ലേ, കോൺഡ്യൂട്ട് വയറിംഗ്. എന്ത് ചെയ്യും, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുക. അതായത് ഭിത്തി തുറന്നിട്ട് നമ്മൾ പൈപ്പ് ഇടും, ദെൻ അതിൽ കൂടി നമ്മൾ കേബിൾസ് വലിക്കും അല്ലേ. യെസ്. സോ ഓപ്പൺ കോൺഡ്യൂട്ടും ഉണ്ട്, കൺസീൽഡ് കോൺഡ്യൂട്ടും ഉണ്ട്. കോൺഡ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പൈപ്പിൽ കൂടി, ഓക്കെ, എന്തെങ്കിലും ഒരു പൈപ്പിൽ കൂടി നമ്മൾ കേബിൾസ് വലിക്കുകയാണെങ്കിൽ അത് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഇത് ഏത് പൈപ്പ് ആവാം, വേണമെങ്കിൽ PVC ആവാം, അതുപോലെ മെറ്റൽ പൈപ്പുകളാവാം. ഓക്കെ, സാധാരണ നമ്മൾ വീടുകൾ ചെയ്യുന്ന എന്താണ്, PVC ആണ് അല്ലേ. യെസ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആസ് കമ്പയർഡ് ടു റീവയറബിൾ ഫ്യൂസസ് HRC ഫ്യൂസ് ഹാവ്. പേരിൽ തന്നെയുണ്ട് HRC ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ്. ഓക്കെ, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ്. ഹൈ റേറ്റിങ്ങിലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക HRC ഫ്യൂസ് ആണ് കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ആണ്. അതിൻ്റെ കേസിൽ ഫ്യൂസിങ് ഫാക്ടർ 1.1 എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എവിടെയോ ഉണ്ടല്ലോ. Fusing factor for a rewirable fuse varies from 1.4 to 1.7, go up to 2. Then HRC fuse it is 1.1. ഇത് പണ്ട് ചോദിച്ചിട്ടൊക്കെ ഉള്ളതാണ്. HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസിങ് ഫാക്ടർ എന്താ, ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് മിനിമം ഫ്യൂസിങ് കറണ്ട് ബൈ റേറ്റഡ് കറണ്ട്. ഓക്കെ, ഫ്യൂസിങ് ഫാക്ടർ. ഓക്കെ, അതായത് മിനിമം ഫ്യൂസിങ് കറണ്ട് ഡിവൈഡഡ് ബൈ റേറ്റഡ് കറണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫ്യൂസ് നമ്മൾ ഒരു 5 ആമ്പിയറിന് റേറ്റ് ചെയ്ത് വിചാരിച്ചു. ഈ 5 ആമ്പിയറിൽ തന്നെ അത് ഫ്യൂസ് ആവില്ല അല്ലേ. 5 ആമ്പിയർ കടന്നു പോകുമ്പോൾ തന്നെ അതിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് തന്നെ അത് ഫ്യൂസ് ആവില്ല. അതിന് ഒരു ഫ്യൂസിങ് ഫാക്ടർ ഉണ്ട്, മിനിമം ഫ്യൂസിങ് കറണ്ട് ഉണ്ട്. അതായത് 5 ആമ്പിയറിൽ കൂടുതലായിട്ടുള്ള ഏതോ ഒരു കറണ്ട് പോകുന്ന സമയത്തായിരിക്കും അത് ഫ്യൂസ് ആവുക. സോ HRC ഫ്യൂസിൻ്റെ കേസിൽ അത് വളരെ പരമാവധി എന്താണ്, യെസ്, അത് വളരെ ഷാർപ്പാണ്. ഇപ്പോൾ 5 ആമ്പിയർ ഫ്യൂസിങ് ഫാക്ടറുള്ള ഒരു ഫ്യൂസിൽ കൂടി അറൗണ്ട് ഒരു 10%, അതായത് ഒരു 5.5 ആമ്പിയർ കടന്നു പോകുമ്പോൾ തന്നെ അത് ഫ്യൂസ് ആവും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഷാർപ്പാണ് എന്ന് കാണിക്കുന്നതാണ് HRC ഫ്യൂസ്. തന്നെ അത് കൂടാതെ റപ്ചറിങ് കപ്പാസിറ്റി കൂടുതലാണ് നമ്മുടെ HRC ഫ്യൂസിൻ്റെ കേസിൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2500 kVA 2500 kVAയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നോർമൽ ടൈപ്പ് കാറ്റേഴ്സ് ടു ഫോൾട്ട് ലോഡ് അപ് ടു 2500 kVA എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ 50 MVA വരെ നമുക്ക് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതായത്
ഷോർട്ട് സർക്യൂട്ട് കേസിൽ ഷോർട്ട് സർക്യൂട്ട് MVA 50 MVA വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ടൈമും വളരെ കുറവാണ്. ഓക്കെ, HRC ഫ്യൂസസ് ക്യാൻ ഓപ്പൺ എ ഷോർട്ട് സർക്യൂട്ടഡ് കറണ്ട് വിത്തിൻ 0.013 സെക്കൻഡ്. ഓക്കെ, ഇതൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ചെടുക്കുക. The following application DC is essential. Okay, the following application DC is essential. അതായത് in the following application അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. in the following application ഒരു DC is essential. ഓക്കെ, താഴെ പറയുന്ന ഏത് ആപ്ലിക്കേഷനിലാണ് DC ആവശ്യമായിട്ടുള്ളത്? ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടർ, ഇലക്ട്രിക് ഹോം അപ്ലയൻസസ്, മെഷീൻ ഷോപ്പ് മോട്ടർ, ഇല്ലുമിനേഷൻ. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ട്രാക്ഷൻ പർപ്പസിൽ നമ്മൾ DC ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ട്രെയിനിൻ്റെ ഒക്കെ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? DC ആണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിലും ഇലക്ട്രിക് ഹോം അപ്ലയൻസസ്, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹോം അപ്ലയൻസസ് ഒക്കെ എന്താ? AC തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. ദെൻ ഇല്ലുമിനേഷൻ എന്ന് പറയുന്നത് ബൾബുകൾ AC വർക്ക് ചെയ്യുന്നതുകൊണ്ട് DC വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് DC മാത്രമൊന്നുമല്ല. ദെൻ മെഷീൻ ഷോപ്പ് മോട്ടോഴ്സൊക്കെ അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ AC മോട്ടോഴ്സ് തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. സോ DC എസെൻഷ്യൽ ആയിട്ടുള്ളത്, DC ആവശ്യമായിട്ടുള്ളത് ഏതാണ്? അത് ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടോർ മാത്രമാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ട്രാൻസ്ഫോമർ? ഓക്കെ, താഴെ പറയുന്നതിൽ ട്രാൻസ്ഫോമറിൽ എന്താണ് വേരി ചെയ്യാത്തത് അല്ലേ, ചേഞ്ച് ചെയ്യാത്തത് എന്താണ്? കറണ്ട്, വോൾട്ടേജ്, ഫ്രീക്വൻസി, ഓൾ ഓഫ് ദി അബവ് അല്ലേ. ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യാത്തത്. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താ? യെസ്, ഒരു കോർ ഉണ്ടാവും. ഓക്കെ, അതിൽ പ്രൈമറി ഉണ്ടാവും, ദെൻ സെക്കൻഡറി ഉണ്ടാവും. ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് പ്രൈമറി സെക്കൻഡറിയും കണ്ടിട്ട് ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? സാധാരണയായിട്ട് പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ ഇത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും അല്ലേ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ദെൻ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുക? യെസ്, പ്രൈമറി വോൾട്ടേജ് ഈസ് ലെസ് ദാൻ സെക്കൻഡറി വോൾട്ടേജ് അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എന്താ? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 11 kV ബാർ 110 kV എന്താ സംഭവിക്കുന്നത്? പ്രൈമറിയിൽ 11 kV വോൾട്ടേജ് ഉണ്ട്, സെക്കൻഡറിയിൽ 110 kV അല്ലേ, 110 kV വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ? വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു അല്ലേ. വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് മീൻസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് നടക്കുന്നുണ്ട്? കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പവർ, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള മെഷീനാണ് കേട്ടോ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ 100 kVA ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിച്ചു, അത് പവറാണ്. ഓക്കെ, നമ്മൾ അപ്പാരൻ്റ് പവറിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിലെ റേറ്റിംഗ് പറയുക. 100 kVA 50 Hz. ഓക്കെ, സോ ഈ പവറും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആണ് ഇൻ ദി കേസ് ഓഫ് എ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് മാറുന്നത് നിങ്ങൾക്ക് കണ്ടു അല്ലേ. ഇനി പവർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കറണ്ട് എന്താവണം? ഒരു സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ കറണ്ട് കുറയണം അല്ലേ. യെസ്, സോ പ്രൈമറി കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി കറണ്ട്. യെസ്, അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യും, കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫോമറിനെ പറയാൻ വേണ്ടി പറ്റുമോ? യെസ്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു 10 നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ 100 എണ്ണം ഉണ്ടാവണം. ഓക്കെ, ഇവിടെ 100 എണ്ണം ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന വോൾട്ടേജ് N10 ആണല്ലേ, N10 ആണ്. അതായത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് 10 ടൈംസ് ആണ്. സോ നമ്പർ ഓഫ് ടേൺസും എന്തായിരിക്കണം? 10 ടൈംസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ദി വോൾട്ടേജ് പെർ കണ്ടക്ടർ. ഓക്കെ, വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, യെസ്, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയാണ് നമ്മുടെ ആൻസർ, കാരണം കറണ്ടും വോൾട്ടേജും ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, വിച്ച് വൈൻഡിങ് ഇൻ എ ട്രാൻസ്ഫോമർ ഹാസ് മോർ നമ്പർ ഓഫ് ടേൺ? ഏത് വൈൻഡിങ്ങിനായിരിക്കും കൂടുതൽ ടേൺസ് ഉണ്ടാവുക? ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്? വൈൻഡിങ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് ടേൺ, നൺ ഓഫ് ദി അബവ്. ഞാനിപ്പം പറഞ്ഞില്ലേ, യെസ്, എപ്പോഴും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള പാർട്ടിനായിരിക്കും അല്ലേ, ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ദി വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ഇൻ ദി കേസ് ഓഫ് എ ട്രാൻസ്ഫോമർ. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ടുണ്ടാവുക. ഇനി സപ്പോസ് ഓപ്ഷൻ ഇങ്ങനെയുണ്ടെന്ന് വിചാരിച്ചോ,
പ്രൈമറി വൈൻഡിങ് അല്ലേ, സെക്കൻഡറി വൈൻഡിങ്, ദെൻ LV വൈൻഡിങ്, ദെൻ HV വൈൻഡിങ്, ഇങ്ങനെ കൊടുത്തു വിചാരിച്ചോ. ഇത് നിങ്ങൾ ഏത് പിക്ക് ചെയ്യും? യെസ്, ഒരിക്കലും നിങ്ങൾക്ക് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. എന്തുകൊണ്ടാണ്? പ്രൈമറി വൈൻഡിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ആണോന്നോ സ്റ്റെപ്പ് ഡൗൺ ആണോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ പ്രൈമറി വൈൻഡിങ് ഏതായിരിക്കും? ലോ വോൾട്ടേജ് ആയിരിക്കും. സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിൽ സെക്കൻഡറി വൈൻഡിങ് എന്തായിരിക്കും? യെസ്, അത് ലോ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പറയാത്തിടത്തോളം കാര്യം നമുക്കത് ഏതാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. സോ പ്രൈമറി വൈൻഡിങ്ങോ സെക്കൻഡറി വൈൻഡിങ്ങോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പിക്ക് ചെയ്യരുത്. കറക്റ്റായിട്ട് പിക്ക് ചെയ്യേണ്ട സാധനം ഏതാ? യെസ്, വൈൻഡിങ് ഇൻ എ ട്രാൻസ്ഫോമർ ദാറ്റ് ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്. എപ്പോഴും ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ മതി. അതിന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു പോയിന്റ് എന്താ? യെസ്, ദി വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഇൻ ദി കേസ് ഓഫ് എ ട്രാൻസ്ഫോമർ കേട്ടോ. യെസ്, അപ്പം ഓക്കെ അല്ലേ. നെക്സ്റ്റ് പോയി കൂടെ. ഇൻ എ DC മെഷീൻ ദി നമ്പർ ഓഫ് ബ്രഷസ് ഇൻ ലാപ്പ് വൈൻഡിങ് ഈസ്. ഓക്കെ, ഒരു DC മെഷീൻ്റെ കേസിൽ നമ്പർ ഓഫ് ബ്രഷസ് ഇൻ ലാപ്പ് വൈൻഡിങ്. ഓക്കെ, ഇപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണ് അല്ലേ. ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ എന്താ? നമ്പർ ഓഫ് പാരലൽ പാത്ത് അല്ലേ. നമ്പർ ഓഫ് പാരലൽ പാത്ത് നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ. A എന്താ? A is equal to number of poles ആയിരിക്കും. സോ എത്ര ബ്രഷസ് വേണ്ടി വരും? നമ്പർ ഓഫ് പോൾസ്. ഇപ്പോൾ 4 പോൾ മെഷീൻ ആണെങ്കിൽ 4 ബ്രഷസ് വേണ്ടി വരും അല്ലേ. ഒരു 4 പോൾ മെഷീൻ ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് പറയുന്നത് 4 പാരലൽ പാത്ത് ആയിരിക്കും. സോ അത്ര തന്നെ ബ്രഷസ് വേണ്ടി വരും. ഓക്കെ, അത്ര തന്നെ ബ്രഷസ് വേണ്ടി വരും. സോ നമ്പർ ഓഫ് പോൾസ് ആണ് ആൻസർ ആയിട്ട് വരിക. സെയിം നമ്പർ ഓഫ് പോള്, ഡബിൾ നമ്പർ ഓഫ് പോള്, ഹാഫ് നമ്പർ ഓഫ് പോള്, 2 നമ്പേഴ്സ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ 2 നമ്പേഴ്സ് എവിടെയാണ് വരിക? അത് വേവ് വൈൻഡിങ് ആണെങ്കിൽ അല്ലേ. വേവ് വൈൻഡിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എത്രയാ? നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുമ്പോൾ ഒരു 4 പോൾ മെഷീൻ എന്ന് വിചാരിച്ചോ. ഓക്കെ, 4 പോൾ മെഷീൻ. അവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് A എത്രയാ? യെസ്, അത് 2 ആണ് കേട്ടോ. അത് വേവ് വൈൻഡിങ്ങിൻ്റെ കേസിൽ ഇങ്ങനെയാണ്. നമ്പർ ഓഫ് പോൾസ് എത്രയോ ആയിക്കോട്ടെ, അത് 4 ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, 16 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, എത്രയായിക്കോട്ടെ, നമ്പർ ഓഫ് പാരലൽ പാത്ത് എത്രയാണ്? അത് 2 ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ബ്രഷസ് എത്രയായിരിക്കും? യെസ്, നമ്മൾ 2 ബ്രഷ് പൊസിഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ഒക്കെ ഇതവിടെ ഒരു എന്താ പറയുക കമ്പാരിസൺ ഒക്കെ ഉണ്ട്. ഇത് കുറേ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവസാനം ഒരു ചെറിയൊരു ടേബിളായിട്ട് കൊടുത്തതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗ്രാഫും അതിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ചിലപ്പം ഒരു കണ്ടക്ടർ ഇത്രാമത്തെ പൊസിഷനിൽ കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടക്ടർ എവിടെയായിരിക്കും ഉണ്ടാവുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കുറച്ചൊന്ന് ഹൈ ലെവൽ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. സോ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും കൊടുക്കണം. നമ്പർ ഓഫ് ബ്രഷ് പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് പോൾസ്. കണ്ടോ ഇവിടെയോ? ഓൺലി 2 ബ്രഷ് പൊസിഷൻസ് ആർ റിക്വേർഡ് റിഗാർഡ്ലെസ് ഓഫ് നമ്പർ ഓഫ് പോൾസ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് അല്ലേ. പാരലൽ പാത്ത് എത്രയാ? 2 ആണ്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അരിച്ചു പെറുക്കി പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് പോകാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ദി മെഷീൻ ഹാവിങ് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് ഇത് ഹൈ കറണ്ട് ആവാൻ കാരണം? ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുതലല്ലേ. ഇപ്പോൾ ഒരു 4 പോൾ മെഷീൻ്റെ കേസിൽ കുറേ പാരലൽ പാത്ത് ഉണ്ടല്ലേ. അപ്പോൾ എല്ലാ പാരലൽ പാത്തിലും കൂടിയുള്ള കറണ്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. സോ അവിടെ കറണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, കറണ്ട് കൂടുതലായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും കുറവ്. ദെൻ ഇവൻ്റെ കേസിലോ, വേവ് വൈൻഡിങ്ങിൻ്റെ കേസിൽ യെസ് പാരലൽ പാത്ത് 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് കുറവായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ദെൻ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ യൂസ്ഡ് ഇൻ DC ജനറേറ്റർ ഈസ്. ഓക്കെ, DC ജനറേറ്ററിൽ എന്തിനാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. റെഡ്യൂസ് എഡി കറണ്ട് ബൈ ലോക്കൽ ഷോർട്ട് സർക്യൂട്ട്, പ്രൊവൈഡ് പാത്ത് ഫോർ സർക്കുലേഷൻ ഓഫ് കൂളിംഗ് എയർ, ടു ന്യൂട്രലൈസ് ദി ക്രോസ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ, നൺ ഓഫ് ദിസ്. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർമേച്ചർ റിയാക്ഷൻ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു DC മെഷീൻ എടുക്കുന്ന സമയത്ത് മെയിൻ ഫീൽഡ് ഉണ്ട് അല്ലേ. യെസ്, മെയിൻ ഫീൽഡ് നമുക്കുണ്ട്. ദെൻ ആർമേച്ചറും ഉണ്ട്. സോ മെയിൻ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ ആർമേച്ചർ ഉള്ളത്. സോ ആർമേച്ചറിൻ്റെ അകത്തും ചെറിയൊരു MMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, മെയിൻ MMF നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ MMF ഉണ്ട്. ദെൻ ആർമേച്ചറിൽ ഒരു MMF ഉണ്ടാവുന്നുണ്ടാവും. ആ ആർമേച്ചർ MMF എന്ത് ചെയ്യും? നമ്മുടെ മെയിൻ ഫീൽഡ് MMFനെ ഓപ്പോസ് ചെയ്യും. ഓക്കെ,
സോ അതാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്ഷൻ ഓഫ് ആർമേച്ചർ. ഓക്കെ, ആർമേച്ചർ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ ഫീൽഡിലേക്ക് ഒരു റിയാക്ഷൻ കൊടുക്കും. സോ ഇത് കാരണം നമ്മുടെ മെയിൻ ഫീൽഡ് MMF കുറയാനുള്ള സാധ്യതയുണ്ട്. മെയിൻ ഫീൽഡ് MMFൽ ഡിസ്റ്റോർഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആർമേച്ചർ റിയാക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപാധിയാണ് ഈ പറയുന്ന ഇൻ്റർപോള്, അതേപോലെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്നൊക്കെ പറയുന്നത്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് നമ്മൾ വെക്കുന്നത് എവിടെയാണ്, നമ്മുടെ മെയിൻ പോളില്ലേ, മെയിൻ പോൾസിലാണ് നമ്മൾ ഈ പറയുന്ന കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് വെക്കുന്നുണ്ടാവുക. ആ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ചില കേസസ് ചോദിക്കാറുണ്ട് ഇന്റർ പോൾസ് എന്തിനാണ് യൂസ് ചെയ്യുക. കണ്ടോ, പോൾസ് ആണ് ഇത്, മെയിൻ പോൾസ് ഇതാണ്. മെയിൻ പോൾസിന് ഇടയിലായിട്ട് നമ്മൾ ഇന്റർ പോൾസ് വെക്കുന്നുണ്ട്. അത് കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്റർ പോൾസ് വെക്കുന്നുണ്ട്. സോ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് നിങ്ങൾ JB ഗുപ്തയുടെ മെഷീനോ ഓക്കെ ഇലക്ട്രിക്കൽ മെഷീൻസ് പോലെയുള്ള ബുക്കുകൾ വായിക്കുന്നതാണ്. അല്ലെങ്കിൽ തെരേജ അങ്ങനെയുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ കുറച്ചുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. സോ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഉണ്ട്, ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ഉണ്ട്. ITI ലെവലിൽ അത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവർ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്നുള്ള പാർട്ട് മാത്രം നിമി ടെക്സ്റ്റ് ബുക്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ക്രോസ് മാഗ്നറ്റൈസിങ്ങിൻ്റെ അത് അത്ര പോകുന്നില്ല കേട്ടോ. അത് ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ലെവലൊക്കെയാണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവുക. അതേപോലെ അതിൻ്റെ ഫേസർ ഡയഗ്രാംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ. ചില കേസസിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക, ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണോ, ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണോ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യാം ഈ ഒരു പാർട്ട് ആർമേച്ചർ റിയാക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു JB ഗുപ്തയുടെയോ അല്ലെങ്കിൽ തെരേജയുടെയോ അല്ലെങ്കിൽ ഒരു മേത്തയുടെയോ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. എന്ത് ചെയ്യുക, ഒരു ആർമേച്ചർ റിയാക്ഷൻ ഒന്ന് പഠിച്ച് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ എന്താ, ഇതിലെന്തായാലും നിങ്ങൾ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്നുള്ള ഒരു സാധനം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, റെഡ് കളർ വയർ ഈസ് ജനറലി നോൺ ഫോർ. നമ്മൾ സാധാരണ ഫേസ് വയറിനാണ് റെഡ് യൂസ് ചെയ്യുക അല്ലേ, എർത്തിന് ഗ്രീൻ യൂസ് ചെയ്യും, ദെൻ ന്യൂട്രൽ വയറിന് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യും അല്ലേ. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ വയറിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സോ മിക്കവാറും എല്ലാവർക്കും കിട്ടുന്ന ആൻസർ തന്നെയാണ് ഓപ്ഷൻ D ആണ് ആൻസർ. നെക്സ്റ്റ് പോവാം. സ്റ്റെപ്പർ മോട്ടോർ ഈസ്. ഓക്കെ, സ്റ്റെപ്പർ മോട്ടോർ എന്താണെന്നാണ് ചോദിക്കുന്നത്. സിംഗിൾ ഫേസ് മോട്ടോർ, 2 ഫേസ് മോട്ടോർ, 3 ഫേസ് മോട്ടോർ, DC മോട്ടോർ. ആക്ച്വലി നിങ്ങൾ സിംഗിൾ ഫേസ് മോട്ടോറിൻ്റെ അണ്ടറിലല്ലേ ഈ സ്റ്റെപ്പർ മോട്ടറും ബാക്കിയുള്ള മോട്ടോഴ്സൊക്കെ പഠിക്കുന്നത്. യെസ്, അപ്പോൾ സ്റ്റെപ്പർ മോട്ടോർ ഈസ് ബേസിക്കലി സിംഗിൾ ഫേസ് മോട്ടോർ. പക്ഷേ എന്താ, DC മോട്ടോർ എന്നുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഈ രണ്ടും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് അത് DC മോട്ടോർ എന്നുള്ളതാണ്. കറക്റ്റാണ്, DC മോട്ടോർ തന്നെയാണ് സ്റ്റെപ്പർ മോട്ടോർ. DC സ്റ്റെപ്പർ മോട്ടോർ എന്നാണ് നമ്മൾ പറയുക അല്ലേ. യെസ്, വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. എന്താണ് സ്റ്റെപ്പർ മോട്ടോറിൻ്റെ പ്രത്യേകത എന്താ? യെസ്, അതൊരു ബ്രഷ്ലെസ് DC ഇലക്ട്രിക് മോട്ടോറാണ്. പക്ഷേ അതൊരു സിംഗിൾ ഫേസ് മോട്ടോർ തന്നെയാണ്. സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഇസ് എ സിംഗിൾ ഫേസ് മോട്ടോർ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ സാധാരണ ഈ പ്രിൻ്ററിൽ പ്ലോട്ടറിൽ ഓക്കെ പ്രിൻ്റർ, പ്ലോട്ടർ, ദെൻ ഹാർഡ് ഡിസ്ക്, ദെൻ മിക്കവാറും അധികം ഈ കൺട്രോൾ സിസ്റ്റം എലമെൻറ്റ്സിലൊക്കെ നമ്മൾ സാധാരണ ഈ സ്റ്റെപ്പർ മോട്ടോർസ് യൂസ് ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്താ, അവിടെ ഒരു കണ്ടിന്യൂസ് മോഷൻ അല്ല, കണ്ടിന്യൂസ് റൊട്ടേഷൻ അല്ല സ്റ്റെപ്പർ മോട്ടോറിൻ്റെ കേസിൽ വരിക. ഓരോ സ്റ്റെപ്സ് ആയിട്ടാണ് കേട്ടോ, അതായത് ഓരോ ആംഗിൾസ് ആയിട്ടായിരിക്കും ഈ സ്റ്റെപ്പർ മോട്ടോറിൽ റൊട്ടേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രിൻ്ററിലും പ്ലോട്ടറിലും ഹാർഡ് ഡിസ്കിലും അതേപോലെ ഈ കൺട്രോൾ സിസ്റ്റം ഡിവൈസസിലൊക്കെ നമ്മൾ സ്റ്റെപ്പർ മോട്ടോർ യൂസ് ചെയ്യുക. സോ അതൊരു സിംഗിൾ ഫേസ് മോട്ടോർ തന്നെയാണ്. പക്ഷേ അത് DC മോട്ടോർ എന്നുള്ള ആൻസറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ എന്താ പറയുക ആൻസർ കീയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ആൻസർ കീയിലൊക്കെ DC മോട്ടോർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് രീതിയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ നമുക്ക് തോന്നുന്നത് ഇത് ചിലപ്പം ഏതെങ്കിലും ഒരു എക്സാമിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നോ ഒക്കെ ഡയറക്റ്റായിട്ട് വരാനാണ് സാധ്യത. അതുകൊണ്ട് ആ ഒരു ആൻസർ പിക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റെപ്പർ മോട്ടോർ സിംഗിൾ ഫേസ് മോട്ടോറിൻ്റെ അണ്ടറിലല്ലേ പഠിക്കുന്നത് അല്ലേ, സിംഗിൾ ഫേസ് മോട്ടോർ തന്നെയാണ് സ്റ്റെപ്പർ മോട്ടോർ. ദെൻ DC മോട്ടോർ ആയതുകൊണ്ടും DC ബ്രഷ്ലെസ് മോട്ടോർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും ചൂസ് ചെയ്യാം. സോ ആൻസർ രണ്ട് രീതിയിലും എടുക്കാം. നിങ്ങളുടെ ആൻസർ കീയിലുള്ളത് ഓപ്ഷൻ D ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ പഠിക്കുമ്പം കറക്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ കൂടുതൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിമി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അരിച്ചു പെറുക്കി പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല,
എല്ലാം വായിച്ച് പഠിച്ച് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻസർ എങ്ങനെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നിങ്ങൾ കൂടുതൽ ട്രെയിൻഡ് ആവും. അപ്പോൾ ഓക്കെ അല്ലേ? ഒരു 10 ചോദ്യങ്ങളായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ ഏരിയാസ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഇപ്പം കൂടുതൽ മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മെഷീൻസൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ സ്റ്റാർട്ടേഴ്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ്, അതൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സോ അത് ചെയ്യുക കേട്ടോ. യെസ്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ട്രേഡ്സ്മാൻ എക്സാം, ഇലക്ട്രീഷ്യൻ എക്സാം തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്